ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. അരുണാരുണകല്ലോലകരുണാകലിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. പ്രിയ കുടുംബാംഗങ്ങളെ, എവർക്കും സ്വാഗതം. നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അംബരീഷ ചക്രവർത്തി ദുർവാസാവ് മഹർഷിയുമായുള്ള സംവാദത്തിൽ ഭഗവാന്റെ തൃച്ചക്രത്തിൽ നിന്ന് ഭയന്നുകൊണ്ട് ഓടുന്നത്. അങ്ങനെ ആത്രേയനാശുസു സംഭ്രമ സംയുതമാസ്തയാ ചെന്നു വിസപ്രസൂനാസ്ഥിതം നേത്രേന്ദ്രിയാർദ്ധനായി അശ്വത്ഥപത്രവൽഗാത്രഹൃദയനായി വന്നിച്ചു ചൊല്ലി ഞാൻ ആലില പോലെ വിറച്ചുകൊണ്ട് ചെന്ന് ബ്രഹ്മദേവന്റെ അടുത്ത് നിന്ന് സങ്കടം പറയുകയാണ്. കാൺകവോ ദുരിതമഹോ മമ പത്മജ. അല്ലയോ ബ്രഹ്മദേവ, എന്റെ ദുരിതം കാണുക. ഞാൻ കാൺമതിനു പോയി ചെന്നേൻ അയോധ്യയിൽ വാഴും നരവരൻ അംബർഷൻ. അപ്പോഴുതാഴിയ മാനസഭക്തിയാ തൊഴുതുടൻ ദ്വാദശിക്ക് എന്നെ ക്ഷണിച്ച. കുളിച്ചു ഞാൻ ആദരാൽ നിത്യകർമ്മങ്ങളും ചെയ്തുടൻ ചെന്നിടുവാൻ കുറഞ്ഞൊന്നു വൈകിടിനേൻ. അന്ന് അവനങ്ങുടൻ പാലനയും ചെയ്ത. ദ്വാദശിക്ക് ഞാൻ എത്തി എന്ന് പറയുമ്പോൾ ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യത്തെയാണ് പറയുന്നത്. ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു വരുത്തി. പിന്നെ ഞാൻ പോയി നിത്യകർമ്മങ്ങളൊക്കെ ചെയ്തു വന്ന് ആ സമയം കൊണ്ട് കുറഞ്ഞൊന്ന് ഞാനൊരു സ്വല്പം വൈകിയതേ ഉള്ളൂ, അധികം ഞാൻ വൈകിയില്ല. പക്ഷെ അദ്ദേഹം പാരണ വീടി. കുറഞ്ഞൊന്നു വൈകിടിനേൻ അന്ന് അവനങ്ങുടൻ പാലനയും ചെയ്താൻ. പിന്നെ ഞാൻ ചെന്നളവ് ഉണ്ടായ അവസ്ഥകൾ എന്നുള്ളിൽ അമാരറിഞ്ഞ് അവനീശ്വരൻ തന്നോട് ചറ്റു കോപം വളർന്ന് അഞ്ജസ ചൊന്ന വചനങ്ങൾ കേട്ട് ധിക്കാരവും തന്നുള്ളിൽ ഉൾക്കലർന്ന് ഏറെ കുപിതനായി നിന്നളവ് അംബർശനാം അവൻ തന്നുടെ നെറ്റിത്തടത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു. തെറ്റെന്നടുത്തു തൃച്ചക്രവും ഇങ്ങനെ. വളരെ ഭംഗിയായിട്ടാണ് പറയുന്നത്. അദ്ദേഹം പാലന ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ അവസ്ഥകളൊക്കെ മനസ്സിലായി. അന്നേരം അവനീശ്വരൻ തന്നോട് ചറ്റു കോപം. ആ ചക്രവർത്തിയോട് എനിക്ക് സ്വല്പം ദേഷ്യമുണ്ടായി. ആ ദേഷ്യം വളർന്നത് കൊണ്ട് ഞാൻ ചില കാര്യങ്ങള് അദ്ദേഹത്തോട് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്നും കോപത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ നിന്നും ഈ തൃച്ചക്രം ഇങ്ങനെ വന്നു എന്നെ ദഹിപ്പിക്കാനായിട്ട്. തെറ്റെന്നടുത്തു തൃച്ചക്രവും ഇങ്ങനെ വേഗാലെരിഞ്ഞെടുത്തിടും സുദർശന വേഗഗതി കണ്ട് ഭീതി കലർന്ന കോപാരം ഭയപ്പെട്ടു വാങ്ങി നിന്നിടിനേൻ. നേരെ തുടർന്നടുത്തു വിഷ്ണു ചക്രവും മേദിനി ചക്രം മുഴുവൻ ഉഴന്നു ഞാൻ ആധി കലർന്ന് പാഞ്ഞ് ആവതില്ലകയാൽ ചെന്ന് പുരന്ദരനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ പറഞ്ഞു നിന്നിടിനീൻ. ഞാന് ഭൂമി തറ തൊടാതോടി മറ്റു ലോകങ്ങളിലുമൊക്കെ ഓടി. എല്ലായിടത്തും ഭഗവാന്റെ ആ തൃച്ചക്രം എന്നെ പിന്തുടർന്നു. എനിക്ക് എങ്ങും ആവതില്ലാഞ്ഞിട്ട് ഞാൻ പുരന്ദരനോട് എന്ന് പറഞ്ഞു. പുരന്ദരൻ ഇന്ദ്രൻ. പുരങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് പുരന്ദരൻ. പുരം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. ശരീരങ്ങളെ ഇല്ലാതാക്കിയിട്ട് ആത്മഭാവത്തെ തരുന്നവനാണ് ഇന്ദ്രൻ. നമ്മൾ ഇന്ദ്രന് പ്രത്യക്ഷത്തിൽ പറയുന്ന അർത്ഥവും ആന്തരികമായിട്ടുള്ള അർത്ഥവും രണ്ടും രണ്ടാണ്. പുരന്ദരൻ എന്നുള്ളതുകൊണ്ട് മഹാവിഷ്ണുവിനെയും പറയാം, പുരന്ദരൻ എന്നതുകൊണ്ട് മഹാദേവനെയും പറയാം, പുരന്ദരൻ എന്നതുകൊണ്ട് ഇന്ദ്രനെയും സൂചിപ്പിക്കാം. അത് പ്രതിപാദിക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വാക്കുകളെ കൊണ്ട് മനസ്സിലാക്കേണ്ടതാണത്. പുരന്ദരൻ എന്നതുകൊണ്ട് ഇന്ദ്രനാണെങ്കിലും പുരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവനാണ്. നമ്മൾ പുരുഹൂതന്റെ അർത്ഥം പറഞ്ഞു എന്നതുപോലെ പുരന്ദരനും പുരങ്ങളെ ഇല്ലാതാക്കുക, ശരീരത്തെ ഇല്ലാതാക്കിയിട്ട് ആത്മഭാവത്തെ സ്വാംശീകരിക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനിയായിട്ടുള്ള ഇന്ദ്രനാണ്. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളുടെ നാഥനായതുകൊണ്ട് അതും ഈ ഒരു അർത്ഥത്തിന് ചേരുന്നതാണ്. എന്നത് കണ്ടു പുരന്ദരൻ ചൊല്ലിനാൻ നിന്നിനി കാലം ഇവിടെ കളയാതെ ചെന്ന് അരവിന്ദജനോട്
ചൊല്ലിടുവാൻ. അരവിന്ദജൻ ബ്രഹ്മദേവനോട് പറയാൻ ഇന്ദ്രനോട് പറഞ്ഞു. തന്നുള്ളിലും ഭയം ചേർന്ന് അമരേന്ദ്രൻ ഈ ചൊന്നത് കേട്ടറിഞ്ഞ് ഇങ്ങു പോന്നിടിനേ. എന്റെ ഭയം മാത്രമല്ല, ഞാനിത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇന്ദ്രന്റെ ഭയം കൂടെ കണ്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അദ്ദേഹമാണ് പറയുന്നത് ചെന്ന് ബ്രഹ്മദേവനെ കണ്ടുകൊള്ളാൻ. കാരണം അദ്ദേഹത്തിനും ഒന്നും ചെയ്യാനും സാധിക്കില്ലല്ലോ. പെട്ടെന്ന് ഈ വണ്ണം വിറച്ചങ്ങ് ഇടമിടൽ പൊട്ടിയ വാച തൊഴുതുടൽ ദൃഷ്ടുവ ഭ്രമിക്കുന്നവനോട് അകപ്പെട്ട പരവശമെല്ലാം അറിഞ്ഞുടൻ പത്മോത്ഭവനും ചിരിച്ചരുളി ചെയ്ത ഈ പേടി പോക്കുവാൻ ആളല്ല ഞാനടോ. വിശ്വംഭരാനുഗ്രഹമൊഴിഞ്ഞതുമേ വിശ്വസിക്കാം എനിക്കില്ലൊരന്യാസയോ. അപ്പൊ ബ്രഹ്മദേവനോട് പറയുകയാണ്, ഇന്ദ്രനെ സമീപിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, അങ്ങേ വന്ന് കാണാൻ. ഞാൻ അങ്ങനെ വന്ന് കണ്ടതാണ്. എനിക്ക് വല്ലാത്തൊരു ആപത്താണ് അകപ്പെട്ടിരിക്കുന്നത്, എന്നെ രക്ഷിക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പം ഈ ബ്രഹ്മദേവന് തന്നെ മനസ്സിലായി ഇത് അദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹം ഒന്നാമത് പഞ്ഞിക്കെട്ട് മാതിരി ഇരിക്കുന്നതാ. വരുന്നതാണല്ലോ ഭൂമി മുഴുവനും അഗ്നി സ്ഫുല്ലിംഗം ഉണ്ടാകുന്ന രീതിയിൽ അഗ്നി ചിതറിക്കൊണ്ടാണ് ത്രിചക്രം വരുന്നത്. ആ പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ഈ അസ്ത്രം വന്നു കഴിഞ്ഞാൽ ഈ തീ രശ്മികള്, ഈ തീയുടെ സ്ഫുരണങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗതി എന്തായിരിക്കും? അദ്ദേഹം പറഞ്ഞു, വേഗം പൊയ്ക്കോളൂ, ഇവിടെ നിന്നിട്ട് ഇനി വഷളാക്കേണ്ട കാര്യങ്ങൾ നേരിട്ട് എന്ന് ആ പ്രഭുവായിരിക്കുന്ന മഹാവിഷ്ണുവിനോട് പറയുക. എല്ലാം അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ വിശ്വത്തെ സൃജിക്കുന്നവനാണ്, വിശ്വസൃക്കാണ്. വിശ്വത്തെയും അതിലുള്ള പ്രാണികളെയും ഒക്കെ സൃഷ്ടിക്കുന്നവനാ. പക്ഷെ എനിക്ക് സാക്ഷാൽ ശ്രീഹരിയുടെ വിഷ്ണു ചക്രത്തെ നേരിടാൻ ഒരു കഴിവുമില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. വിശ്വംഭരാനുഗ്രഹം ഒഴിഞ്ഞതുമേ വിശ്വസിക്കാം എനിക്കുള്ളൊരന്യാസയം. ആ ശ്രീഹരിയുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഈ സൃഷ്ടിയെല്ലാം ചെയ്തു പോരുന്നത്. എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ശശ്വൽ പരബ്രഹ്മമൂർത്തി സനാതന, ശാശ്വതൻ എന്ന് നിറഞ്ഞു നിൽക്കുന്നവൻ, പരബ്രഹ്മമായിരിക്കുന്നവൻ, പരബ്രഹ്മത്തിന്റെ അറിവിന്റെ സ്വരൂപമാണ്. പരബ്രഹ്മം എന്ന് പറയുന്നത് കൊണ്ട് നമ്മള് ഈ പരമാത്മ ചൈതന്യം, ജീവാത്മ ചൈതന്യം, ആ പരബ്രഹ്മം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ എന്ന് മാത്രമല്ല, സനാതനനാണ് ഭഗവാൻ. നമ്മള് സനാതനം എന്നൊക്കെ പറയുമ്പോൾ അതിപുരാതനം പ്ലസ് അതിനൂതനം ഇസിക്കൽ ടു സനാതനം. ഇന്നിപ്പം സനാതനം എന്ന വാക്ക് തന്നെ ഒരു അശ്ലീലമാണ് എന്നുള്ള ഒരു സംസാരം വരുന്ന കാലമാണ്. സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്മയായി നിലനിൽക്കുന്നതിന് പറയുന്നതാണ്. ഉണ്മയ്ക്ക് പറയുന്ന പേരാണ് സനാതനം. ശാശ്വതമായി നിലനിൽക്കുന്നത് എന്തോ അതിന് പറയുന്ന പേരാണ് സനാതനം. ഒരഴിവുമില്ലാത്തത്, ആ അഴിവില്ലാതെ ലോകത്തെല്ലാ കാലത്തും നിൽക്കുന്നത് നാരായണനാണ്, സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദമാണ്. ആ സത്യജ്ഞാന ആനന്ദമായിട്ടിരിക്കുന്നതിന് പറയുന്ന പേരാണ് സനാതനം എന്നുള്ളത്. ഇന്ന് സനാതനം പലർക്കും അശ്ലീലമായിട്ട് വന്ന് സംസാര വിഷയമായി വരേണ്യവർഗത്തിന്റെയാണ് എന്ന് പറയുമ്പോൾ ഭാഷ പോലും അറിയാൻ വയ്യാത്ത ഒരു വിഭാഗമാണ് ഇന്ന് നമ്മളുടേതായ വസ്തുതകളെ അവലോകനം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നത്. സനാതനം നിത്യസത്യമായത്, ഒരിക്കലും അഴിവില്ലാത്തത്, ഉണ്മ മാത്രമായിരിക്കുന്നതിന് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരബ്രഹ്മമാണ്, പരമമായ ജ്ഞാനമാണ്, അറിവാണ്. ആ അറിവാണ് നമ്മളെ അമരത്വത്തിലേക്ക് നൽകുന്നത്. ആ അമരത്വം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അറിവിന്റെ മാധ്യമത്തിൽ കൂടി മാത്രമേ ആകൂ എന്നുള്ളത് ഈ സനാതന ധർമ്മത്തെ അവലോകനം ചെയ്തുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഈ കാലഘട്ടത്തിൽ സന്ദർഭോചിതമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി ഭാഗം നാളെ അവലോകനം ചെയ്യാം.